ദാരിദ്ര്യം കാരണം വഴിമുട്ടി നിന്ന 30-കാരനെ തൻ്റെ ലൈംഗിക ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് പണം കാട്ടി ക്ഷണിച്ച 65-കാരിയായ കോടീശ്വരി അമ്മച്ചി. അവരുടെ ക്ഷണം സ്വീകരിച്ചു പോയ അവൻ ആ കോടീശ്വരിയുടെ വീട്ടിലെത്തിയപ്പോൾ അവരുടെ കട്ടിലിൽ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് അവൻ അവിടെ കണ്ട ആ കാഴ്ച? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സീരീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഡൽഹിയിലെ നന്ദൻ നഗരി എന്ന സ്ഥലത്താണ് ആശാദേവി താമസിച്ചിരുന്നത്. ഇവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഇവർക്ക് 3 മക്കളുമുണ്ട്, ഒരാണും 2 പെണ്ണും. 3 പേരും വിവാഹമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡാണ്. എന്നാൽ ഇതിൽ 2ാമത്തെ മകൾ മാത്രം ഭർത്താവുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് ആശാദേവിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ആശാദേവിക്ക് ഹർഷവികാർ എന്ന ഏരിയയിൽ 3 നിലയുള്ള ഒരു വലിയ പടുകൂറ്റൻ വീടുണ്ട്. അതിൽ താഴത്തെ നിലയിലെ ഒരു മുറി ഒഴിച്ച് ബാക്കി എല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇവർ. നല്ലൊരു വാടക മാസാമാസം ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ വാടകയായിട്ട് ഇവർക്ക് കിട്ടും. ഇതൊന്നും പോരാതെ വേറെയും പല വീടുകളും ഫ്ലാറ്റുകളും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നിടത്ത് നേരിട്ട് പോയി വാടക വാങ്ങുന്നതും ആശാദേവി തന്നെയാണ്. അങ്ങനെ പോകവേ ഫസ്റ്റ് ഫ്ലോറിലെ വീട്ടിലെ വാടകക്കാർ വെക്കേറ്റ് ആവുകയാണ്. അപ്പോൾ ആ വീട് വാടകയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ആശാദേവി അവിടെ കെട്ടിത്തൂക്കി ഇടുകയാണ്. മാത്രവുമല്ല പരിചയമുള്ള ബ്രോക്കേഴ്സിനോടും ഇതേ പറ്റിയിട്ട് വാടക വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, ആളെ കൊണ്ടുവന്നാൽ നല്ല കമ്മീഷൻ തരാം എന്ന് ഇവർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ആശാദേവിക്കൊരു ഫോൺ വരുന്നത്. വിളിച്ചത് ദേവേന്ദ്രൻ എന്ന 30-കാരനായിരുന്നു. എനിക്ക് നിങ്ങളുടെ വീട് വേണമായിരുന്നു, ഇവിടുത്തെ ഈ പരസ്യം കണ്ടാണ് വിളിക്കുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ് എന്നാണ് ദേവേന്ദ്ര ചോദിച്ചത്. അപ്പോൾ ആശാദേവി പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിലോട്ട് വന്നാൽ മതി, ഞാൻ നേരിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അങ്ങനെ ആശാദേവി ദേവേന്ദ്രനെ മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് ഫ്ലോറൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ദേവേന്ദ്രന് വീടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് അഡ്വാൻസ് ഉടനെ വേണമെന്ന്, അതായത് 1 മാസത്തെ വാടക ആദ്യമേ വേണമെന്ന് ദേവേന്ദ്രനോട് ആശാദേവി ആവശ്യപ്പെടുകയാണ്. ദേവേന്ദ്രൻ അത് കൊടുക്കാനും തയ്യാറായി. ഈ ദേവേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അയാളുടെ വീട് ഉത്തർപ്രദേശിലാണ്. കോപ്പർ വയർ സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ് ഇയാൾ ചെയ്തിരുന്നത്. ബിസിനസ് ഇവിടെ ഡൽഹിയിലായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വീടെടുത്ത് മുന്നോട്ട് ബിസിനസ്സുമായിട്ട് പോകാനാണ് അയാളുടെ തീരുമാനം. അങ്ങനെ ബിസിനസ്സൊക്കെ ഇയാൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി. മറ്റ് താമസക്കാർക്കും ദേവേന്ദ്രൻ്റെ ക്യാരക്ടറും അയാളുടെ പെരുമാറ്റമൊക്കെ നല്ല ഇഷ്ടമാവുകയാണ്. ആ സമയത്താണ് 2019 കൊറോണ എന്ന മഹാമാരി വരുന്നത്. ഇതോടെ ദേവേന്ദ്രൻ്റെ ബിസിനസ് എല്ലാവരുടെ ബിസിനസ് പോലെ തന്നെയും ഡള്ളാവാൻ തുടങ്ങി. ലോക്ക്ഡൗണും കൂടെ ആയതോടെ തീർത്തും അയാൾ പാപ്പരായി എന്ന് വേണം പറയാൻ. ഭക്ഷണത്തിന് പോലും കയ്യിൽ 10 പൈസ ഇല്ലാത്ത അവസ്ഥയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ ആകെ വിഷമിച്ചു. പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ ആരോടും ഒരു സഹായവും ചോദിക്കാൻ അയാളുടെ അഭിമാനം അനുവദിച്ചതുമില്ല. ഒടുവിൽ നാട്ടിൽ നിന്നും അച്ഛൻ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് അയാൾ നിത്യവൃത്തി നടത്തി പോന്നു. ആശാദേവി ആണെങ്കിൽ വാടക പിരിക്കാൻ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അയാൾ തൻ്റെ അവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലോക്ക്ഡൗൺ മാറിയാലുടൻ തൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വാടക ഒരുമിച്ച് തന്ന് തീർക്കാമെന്ന് അവരോട് പറയുന്നു. ശരി, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണല്ലോ, ഓക്കെ എന്നും പറഞ്ഞിട്ട് ആശാദേവിയും അത് സമ്മതിച്ച് അയാളിൽ നിന്നും വാടക വാങ്ങുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ വാടക വീടിന് ചില മെയിൻ്റെനൻസ് പണികളൊക്കെ ആശാദേവി നടത്താൻ തീരുമാനിക്കുകയാണ്. അതിന് കുറച്ച് പണിക്കാരെയൊക്കെ വിളിച്ച് അവർ ജോലികളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തും ദേവേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വീടിനുള്ളിൽ ഇങ്ങനെ സ്റ്റക്കായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പണികളിലൊക്കെ തന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ദേവേന്ദ്രനോട് ആശാദേവി ചോദിക്കുന്നു. വാടകയോ അവരിളവ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ അവരൊരു സഹായം ചോദിച്ചാൽ അതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ എന്ന് കരുതി ദേവേന്ദ്രൻ അവിടെ നടക്കുന്ന ഈ മെയിൻ്റെനൻസ് വർക്കിലൊക്കെ അവർക്കൊരു സഹായമായി. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞ ഈ കഥയുടെ ആംഗിളേ മാറുന്നത്. ഇവർ തമ്മിൽ നല്ല ഒരു അടുപ്പത്തിലേക്ക് പോവുകയാണ്. ദേവേന്ദ്രനോട് ആശാദേവിക്ക് പ്രായം മറന്ന ഒരു ഇഷ്ടമാണ് പിന്നീട് തോന്നുന്നത്. ആ ഇഷ്ടം അവന് മനസ്സിലാക്കുന്ന വിധത്തിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ദേവേന്ദ്രനും ഏകദേശം ഈ അമ്മച്ചി ഇതെങ്ങോട്ടാണ് ചാടുന്നതെന്ന് പിടികിട്ടി. പക്ഷേ അവനും അതിനൊത്ത് നിന്നു കൊടുത്തു.
കാരണം അവൻ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഒന്ന്, അവരുടെ പണം. രണ്ട്, കാമം. പൂത്ത പണമുള്ള ഈ അമ്മച്ചിയുടെ ഇഷ്ടത്തിനൊന്ന് നിന്നു കൊടുത്താൽ തൻ്റെ വാടകയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. പിന്നെ അത്യാവശ്യം ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറും. പിന്നീട് അവന് തോന്നിയത് കാമമായിരുന്നു. പ്രായമേറെ ഉണ്ടെങ്കിലും അവരും ഒരു സ്ത്രീയല്ലേ. അവിവാഹിതനായ തനിക്ക് തൻ്റെ ആഗ്രഹങ്ങളും നിറവേറ്റാം. ഈ രണ്ട് ചിന്തയോടെ അവൻ ആശാദേവിയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ തുടങ്ങി. 65കാരി ആശാദേവിയും 30കാരൻ ദേവേന്ദ്രവുമായിട്ട് അവരുടെ വീട്ടിൽ വച്ച് തന്നെ, അതായത് ദേവേന്ദ്രൻ്റെ വീട്ടിൽ വച്ച് തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുകയാണ്. ഇതൊന്നും ആരും അറിഞ്ഞതേയില്ല. ദേവേന്ദ്ര പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓരോ ദിവസവും ആശാദേവി അവന് പണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. മാത്രമല്ല, വില കൂടിയ പല സാധനങ്ങളും കൈ നിറയെ കൊടുത്തു. ഇത് അവൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടി. കാരണം അങ്ങനെ ഇവരുമായിട്ട് ഇങ്ങനെ പൊയ്ക്കഴിഞ്ഞാൽ തൻ്റെ അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ മാറും. അങ്ങനെ ഒരു ദിവസം ദേവേന്ദ്രവുമായിട്ട് ഒന്നിക്കാനായിട്ട് ഈ ആശാദേവി അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവരവിടെ ഒരു കാഴ്ച കാണുന്നത്. ഒരു പെണ്ണുമായിട്ട് ദേവേന്ദ്രൻ ഇങ്ങനെ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ച. ആ പെണ്ണ് മറ്റാരുമല്ല, സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്ന ആശാദേവിയുടെ മറ്റൊരു വാടകക്കാരിയായിരുന്നു. അവളും ഡിവോഴ്സ്ഡാണ്. ആശാദേവി ഇവരെ രണ്ടുപേരെയും പിടിച്ചു നിർത്തി അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ദേവേന്ദ്ര പറയുന്നത്, ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഉടനെ വിവാഹവും കഴിക്കും. ഇത് കേട്ട ആശാദേവി അവനോട് ചോദിച്ചു, അപ്പോൾ ഞാനോ? നീ ഞാനുമായിട്ടല്ലേ കൂടുതൽ അടുത്തത്, അപ്പോൾ നീ എന്നെ ഉപയോഗിച്ചതോ? ഇവളെ നീ വിട്ടേക്ക്, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം എന്ന് അവർ ഈ പെൺകുട്ടിയെ നിർത്തി തന്നെ അവനോട് പറയുകയാണ്. ഇത് കേട്ട് ആ പെൺകുട്ടിയും ഷോക്കാവുകയാണ്, ദേവേന്ദ്ര ഇവരുമായിട്ട് എന്താണ് ബന്ധമെന്ന്. അപ്പോൾ ദേവേന്ദ്ര അത് പറ്റില്ല, എനിക്ക് ഇവളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് ആശാദേവിയോട് അവളെ നിർത്തി തന്നെ തറപ്പിച്ചു പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ തന്ന പണം മുഴുവൻ നീ എനിക്കിപ്പോൾ തന്നെ തിരിച്ചു തരണമെന്ന് ആശാദേവി പറയാൻ തുടങ്ങി. ഓ അതിനെന്താ, 1-ാം തീയതി നിങ്ങൾ വാടക വാങ്ങാൻ വരുമ്പോൾ ഞാൻ മുഴുവനും നിങ്ങൾക്കങ്ങ് തിരിച്ചു തന്നു തീർക്കാം എന്ന് യാതൊരു കൂസലുമില്ലാതെ ഈ ദേവേന്ദ്ര ആശാദേവിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇത് കേട്ട് ആശാദേവി കലുതുള്ളി അവിടെ നിന്നും പോയി. അതിനുശേഷം ഇതെല്ലാം കേട്ടിങ്ങനെ ഷോക്കായി നിന്ന കാമുകിയെ ദേവേന്ദ്ര സമാധാനപ്പെടുത്തി. ഞാൻ എൻ്റെ ഗതികെട്ട സമയത്താണ് ആ സ്ത്രീയുമായി ചില തെറ്റായ ബന്ധം വച്ചത്. നിന്നെ കണ്ട ശേഷം ഞാൻ ഈ തെറ്റുകളൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് കാമുകി അവനോട് പിന്നീട് ക്ഷമിച്ചിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്തു. ഈ സമയം ആശാദേവിയുടെ മനസ്സ് മുഴുവൻ ദേവേന്ദ്ര ചെയ്ത ചതി ആലോചിച്ചിങ്ങനെ തിളച്ചു മറിയുകയാണ്. അങ്ങനെ 1-ാം തീയതി ആയതും ഈ സ്ത്രീ പണവും വാങ്ങി ഇവനെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന പ്ലാനോടെ ദേവേന്ദ്രനെ കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ കൊണ്ട് ചില വെല്ലുവിളിയൊക്കെ നടത്തിയെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള ഇത്രയും കാശൊന്നും എത്ര ശ്രമിച്ചിട്ടും ദേവേന്ദ്ര കൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു പ്ലാനിൽ തയ്യാറായി അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ കയറി ചെന്ന ആശാദേവിയെ അവൻ പലതും പറഞ്ഞ് ആദ്യമേ അങ്ങോട്ട് പാട്ടിലാക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും ആ സ്ത്രീ അടുത്തില്ലെങ്കിലും അവൻ അവരുടെ വീക്ക് പോയിന്റ് എന്തെന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവളെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. അത് അവളുടെ മുന്നിൽ വെച്ച് നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. എനിക്ക് നിങ്ങളാണ് ഏറ്റവും വലുത് എന്നും പറഞ്ഞിട്ട് ആശാദേവിയുമായിട്ട് ഇവൻ അപ്പോഴും ഒരു സെക്ഷൽ റിലേഷനിലോട്ട് പോവുകയാണ്. ഇതോടെ ആശാദേവി പഴയതുപോലെയായി. ആ നേരവും അമ്മച്ചി വീണ്ടും കുറേ പൈസയൊക്കെ ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്നും പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ താഴത്തെ നിലയിലെ ആശാദേവിയുടെ മുറിയിലേക്ക് അവരൊരു രാത്രി ദേവേന്ദ്രനെ ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം എന്തിനെന്ന് അവന് മനസ്സിലായി. അങ്ങോട്ടേക്ക് ചെന്ന അവൻ അവിടെ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരിയെ പോലെ മേക്കപ്പൊക്കെ ഇട്ട് ചുരിദാറൊക്കെ അണിഞ്ഞ് ആശാദേവി നിൽക്കുന്നു. കട്ടിലിലാണെങ്കിലോ നോട്ടുകെട്ടുകളും സ്വർണവും വില കൂടിയ പലതും ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഇവനെ വശീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ നിനക്ക് ഇതിലും കൂടുതൽ ഇനിയും തരും, നീ എന്നെ വിട്ട് പോകാതിരുന്നാൽ മതി. നീ ഒരു പെണ്ണ് ഞാനല്ലാതെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്, അതിന് നീ എത്രയും പെട്ടെന്ന് എന്നെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് ദേവേന്ദ്ര ആകെ നടുങ്ങിപ്പോയി. ദേവേന്ദ്രന് ദേഷ്യം വന്നു. അതിലുപരി ഇതുവരെ താൻ ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൻ്റെ ആഴം എന്തെന്നും അതെത്രത്തോളമാണെന്നും അവൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. അവൻ ഉടനെ പറഞ്ഞു,
ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെ ഒരു കിളവിയെ വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് ആ പെൺകുട്ടിയെ മാത്രമായിരിക്കും. ഇത് കേട്ട ആശാദേവിക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ഇവൻ വീണ്ടും ചതിക്കുകയായിരുന്നു എന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു വിഷയവും പറഞ്ഞിട്ട് ദേവേന്ദ്രനും ആശാദേവിയും തമ്മിൽ അങ്ങോട്ട് വഴക്കോട് വഴക്കായി. ആശാദേവിയുടെ ഒരു ഓഫറും അവൻ പിന്നീട് സ്വീകരിച്ചില്ല. ഒടുവിൽ അവർ പറഞ്ഞു, ശരി, നീ അവളെ കെട്ടിക്കോ, പക്ഷേ നിന്റെ വീട്ടിൽ വന്ന് ഞാൻ ഇതെല്ലാം നിന്റെ വീട്ടുകാരോട് പറയും. നിന്റെ കല്യാണ ദിവസവും ഞാൻ അവിടെ എത്തി ആൾക്കാരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തും. ഇത് കേട്ടതും ദേവേന്ദ്രന് ആകെ ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതായി. ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ കിടന്ന ഒരു ചുറ്റിക എടുത്തിട്ട് ഈ സ്ത്രീയുടെ തലയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം അവൻ ദേഷ്യം തീരും വരെ ആഞ്ഞടിച്ചു. ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവന് സ്വബോധം വന്നത്. ഉടനെ തന്നെ ഈ ബോഡിയെ ചാക്കിലാക്കി ഷെൽഫിൽ വച്ച ശേഷം അവൻ നേരെ കാമുകിയോട് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കാമുകിയെയും കൊണ്ട് സ്വന്തം നാടായ ഉത്തർപ്രദേശിലേക്ക് പോവുകയും ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞിട്ടും വാടക പിരിക്കാൻ പോയ അമ്മയെ കാണാതെ ആശാദേവിയുടെ മകൾ അന്വേഷിക്കാൻ തുടങ്ങി. ഇവരുടെ ഒരു വിവരം കിട്ടാത്തതിനെ തുടർന്ന് മറ്റ് സഹോദരങ്ങളെയും വിളിച്ചിട്ട് അമ്മയെ കാണാനില്ല എന്ന് ഈ മകൾ പറഞ്ഞു. ആ മക്കളും നാട്ടിലെത്തി. അങ്ങനെ ഈ 3 മക്കളും കൂടി ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ ഈ അമ്മയെപ്പറ്റി അന്വേഷിച്ച് 2 ദിവസം ഇങ്ങനെ നടന്നു. ഒരു വിവരവും കിട്ടാത്തതിനെ തുടർന്ന് 3-ാം ദിവസം ഈ മക്കള് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അമ്മയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കംപ്ലൈൻറ്റ് കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഇവർക്കൊരു ഫോൺ വരികയാണ്. ഈ ഒരു വാടക വീട്ടിൽ നിന്നും വാടകക്കാരിൽ ഒരാൾ വിളിക്കുകയാണ്. ആശാദേവിയുടെ മുറിയുടെ പുറത്തു നിന്നും ഭയങ്കര ദുർഗന്ധം വരികയാണ്, എന്തെന്നറിയില്ല, ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തണമെന്ന്. അങ്ങനെ ഇവർ പോലീസിനെയും കൂട്ടി ആ ഒരു മുറി തുറന്ന് നോക്കുമ്പോൾ അവിടെ കണ്ട കാഴ്ച, ചാക്കിൽ ആശാദേവിയുടെ ബോഡി ഇങ്ങനെ കെട്ടി വച്ചിരിക്കുകയാണ്. അത് ഏകദേശം അഴുകിയ നിലയിലുമായിരുന്നു. വാടകക്കാർ ചിലർ അപ്പോഴാണ് പോലീസിനോട് ഒരു കാര്യം പറയുന്നത്. ദേവേന്ദ്രനുമായിട്ട് ഇവർക്ക് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു, അയാളെയും ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്ന്. പോലീസ് അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അയാൾ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ദേവേന്ദ്രനെ പോലീസ് തിരഞ്ഞു പിടിച്ചു. ആദ്യം അയാൾ ഒന്നും സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്ക് വന്നതാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു. പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അയാൾ കാര്യങ്ങൾ സകലതും പറഞ്ഞു. എന്നാൽ ആശാദേവിയുടെ മക്കള്, ഞങ്ങളുടെ അമ്മ അത്തരക്കാരിയല്ല, ഇവ പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മയെ കൊന്നിട്ട് അവരെ മോശക്കാരിയാക്കി പറയുന്നതാണ് എന്നാണ് കോടതിയിൽ പറഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.